റഷ്യ യുക്രൈൻ യുദ്ധം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനമാണ് പോംവഴിയെന്ന് യുക്രൈൻ അധിനിവേശം തുടരുന്ന റഷ്യയോട് പ്രധാനമന്ത്രി. ഇന്ത്യ അടുത്ത സുഹൃത്തായി കണ്ട റഷ്യയ്ക്ക് നന്ദിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇപ്പോൾ മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. മെറിൻ, എന്തൊക്കെയാണ് ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ? ഉന്മേഷ്, ഏറെ പ്രാധാന്യമുള്ള ഒരു വാർത്ത തന്നെയാണിത്. കാരണം റഷ്യ യുക്രൈനിൽ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ആദ്യ സന്ദർശനമാണ്. ഈ ഒരു അധിനിവേശത്തിൽ ഇപ്പോൾ ഇന്ത്യ ആദ്യമായി തന്നെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ഒരു റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനമാണ് ഏക പോംവഴി, തുറന്ന ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് തന്നെയാണ് മോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇന്ത്യയെ അടുത്ത സുഹൃത്തായി കണ്ടതിൽ റഷ്യയ്ക്ക് നന്ദി പറയുന്നുവെന്നും ഇപ്പോൾ മോദി പറഞ്ഞു. നേരത്തെ തന്നെ ഈ ഒരു കാര്യത്തിൽ, അതായത് റഷ്യക്കെതിരെ നിലപാടെടുക്കേണ്ട സാഹചര്യങ്ങളിലൊന്നും തന്നെ ഇന്ത്യ അത്തരത്തിലൊരു നിലപാടെടുത്തിട്ടില്ല. ഐക്യരാഷ്ട്രസഭയിലടക്കം റഷ്യക്കെതിരെ വോട്ട് രേഖപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായിരുന്നു യുക്രൈൻ അധിനിവേശത്തെ ചൊല്ലി. എന്നാൽ അതിൽ നിന്നെല്ലാം ഇന്ത്യ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. നേരത്തെ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടയിലും അതുപോലെ തന്നെ G20 ഉച്ചകോടിക്കിടയിലുമെല്ലാം തന്നെ പരോക്ഷമായ പരാമർശങ്ങളാണ് നടത്തിയത്. കാരണം ജനങ്ങളുടെ സുരക്ഷയും സമാധാനത്തിനും ഊന്നൽ നൽകുന്ന പ്രവൃത്തികൾക്ക് മാത്രമാണ് ഇന്ത്യ പരിഗണന നൽകുന്നതെന്നും യുദ്ധം ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമല്ല എന്നും റഷ്യയെ പരാമർശിക്കാതെ പരോക്ഷമായി തന്നെയാണ് ഇതുവരെ ഇന്ത്യ നിലപാടെടുത്തത്. എന്നാൽ ആ ഒരു നിലപാടിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ തങ്ങളുടെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ റഷ്യ യുക്രൈൻ യുദ്ധം ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് മോദി ഇപ്പോൾ പറയുന്നത്. സമാധാനത്തിലൂടെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്, തുറന്ന ചർച്ചകൾ വേണമെന്നും ഇപ്പോൾ മോദി പറയുന്നു. എന്നാൽ മോദിയുടെ ഈ ഒരു സന്ദർശനത്തെ യുക്രൈൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കി രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു യുദ്ധ കുറ്റവാളിയാണ് പുടിൻ. അദ്ദേഹത്തിനിടെ ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ രാജ്യത്തിന്റെ നേതാവായിട്ടുള്ള മോദി ഈ യുദ്ധ കുറ്റവാളിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അംഗീകരിക്കാനാകില്ല. അത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണെന്നും ഇപ്പോൾ സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യ തങ്ങളുടെ നിലപാട് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അതായത് സമാധാനത്തിലൂടെ റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോൾ പരിഹരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു യുദ്ധം ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോഴാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ റഷ്യ നയതന്ത്ര ബന്ധത്തിൽ ഏറെ നിർണായകമാകും ഈ ഒരു നിലപാടെന്നതിൽ തർക്കമില്ല. ഉന്മേഷ്, മെറിൻ മേരി ചാക്കയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.